ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാനും ഒപ്പവും കൂടെ മുംബൈ എയർപോർട്ടിലാണുള്ളത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. അപ്പോൾ എന്തായാലും മുംബൈ വരെ വന്നത് കൊണ്ട് നമ്മൾ സിറ്റിയൊക്കെ കണ്ട് പതുക്കെ തിരിച്ചു പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ പോകാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോയിട്ട് അവിടെ സൺസെറ്റ് ഒക്കെ കണ്ട് പതുക്കെ തിരിച്ചു പോകാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മളുടെ ട്രിപ്പിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എയർപോർട്ടിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് അന്തേരി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അന്തേരി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നമുക്ക് CSTയിലേക്ക് ലോക്കൽ ട്രെയിൻ കിട്ടുന്നതാണ്. CSTയിൽ ലോക്കൽ ട്രെയിനിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ബസ് പിടിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പം നമ്മൾ മുംബൈ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2ൻ്റെ ഡിപ്പാർച്ചർ സൈഡിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് അന്തേരി സ്റ്റേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോയോ ടാക്സിയോ എന്തെങ്കിലും പിടിക്കേണ്ടി വരും. അതിന് വേണ്ടി നമുക്ക് P4ലേക്ക് പോവാം. P4ൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എയർപോർട്ടിനകത്തെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ടാക്സിയോ ഓട്ടോയോ എന്തെങ്കിലും ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജസ് വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എയർപോർട്ടിന് വെളിയിൽ വന്ന് മെയിൻ റോഡിലെത്തി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഈ ചേട്ടന് ഏകദേശം ഒരു 100 റുപ്പീസാണ് നമുക്ക് മുംബൈ എയർപോർട്ടിൽ നിന്ന് അന്തേരി സ്റ്റേഷൻ വരെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അന്തേരി സ്റ്റേഷനിലെത്തി. സമയം ഏകദേശം ഒരു 4:30 ആയതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെഡസ്ട്രിയൻ ഫ്ലൈ ഓവർ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അന്തേരി ഏരിയയിൽ ഇഷ്ടംപോലെ കോർപ്പറേറ്റ് ഓഫീസുകളും IT പാർക്കുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 5-5:30 സമയം ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല റഷ് ആവും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംവിധാനം വളരെ ഉപയോഗപ്പെടുന്നു. സ്റ്റേഷൻ്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്നാക്ക് ഷോപ്സും ടീ സ്റ്റോളുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി UTS ആപ്പ് വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റേഷനകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ സ്റ്റേഷനകത്തെത്തി പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിച്ചെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ മിസ്സായിപ്പോയി. ജസ്റ്റ് 1 മിനിറ്റിനാണ് ട്രെയിൻ മിസ്സായിപ്പോയത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ട്രെയിൻ വരാൻ പിന്നെ ഒരു 40-45 മിനിറ്റ് എടുക്കും. അതുവരെ നമ്മൾ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിപ്പോയി. ഒരു മുംബൈ ലോക്കൽ ട്രെയിനാണ് ഈ പോകുന്നത്. ഈ മുംബൈ ലോക്കൽ റെയിൽവേ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം വരും. അത് മാത്രമല്ല, ഒരു ദിവസം 62 ലക്ഷത്തിനടുത്ത് ആൾക്കാരാണ് ഈ ട്രെയിനിലൂടെ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നു. എന്തായാലും നമ്മൾ ആദ്യമേ ചാടി കയറിയുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി. അതുമാത്രമല്ല, ആവശ്യത്തിന് തിരക്കുമുണ്ട് ട്രെയിനിൽ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അന്തേരി, മാഹിം, വഡാല റൂട്ടിലൂടെയാണ്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകാം. ട്രെയിൻ ഇറങ്ങി മാറി കയറേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഡയറക്റ്റ് നമ്മൾ CSTയിലെത്തും. അങ്ങനെ ഒരു 45 മിനിറ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പായ CSTയിലെത്തി.
ഇവിടെ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരൊക്കെ ചാടി കയറുന്നുണ്ട്. കാരണം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ട്രെയിൻ വന്ന വഴിയിലേക്ക് തിരിച്ചു പോകും. മുംബൈയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു സ്റ്റേഷനാണിത്. ഒരു 18ഓളം പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവിടെ. അതുകൂടാതെ തന്നെ 1887 ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. അന്ന് ഇതിൻ്റെ യഥാർത്ഥ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. പിന്നീട് അത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് മാറ്റി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഈ സ്റ്റേഷനെ നാമകരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സബ്വേ വഴി സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്. 2 സൈഡിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കൂടാതെ കുറേ ഷോപ്പുകളും ഉണ്ട് അപ്പുറം ഇപ്പുറമായിട്ട്. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 1 വഴി സബ്വേയിൽ നിന്ന് പുറത്തെത്തി. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് CST സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമ്മൾ സബ്വേ വഴി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നത്. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ബസ് എവിടെ കിട്ടുമെന്നുള്ളത് തിരക്കണം. നമ്മളിവിടെ ഒരു ടാക്സി ഡ്രൈവറെ കാണുന്നുണ്ട്. പുള്ളിയോട് തിരക്കിയിട്ട് വഴി കണ്ടുപിടിച്ചിട്ട് പോകാനാണ്. ഇപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മുംബൈ മുനിസിപ്പാലിറ്റി ഓഫീസ്. അവിടെ ആൾക്കാരൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ പോകാൻ സമയമില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. ഇനിയിപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഡൗട്ടാണ്. ഒരു ഡബിൾ ഡെക്കർ AC ബസ് പോകുന്നുണ്ടല്ലേ. നമുക്കിപ്പോൾ ആ റൂട്ടിലേക്കാണ് പോകാനുള്ളത്. അവിടെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. ഇപ്പോൾ പഴയ മുംബൈ സ്റ്റൈലിലെ ഡബിൾ ഡെക്കർ ബസ്സൊന്നും അവൈലബിൾ അല്ല. കഴിഞ്ഞ കൊല്ലം 2023 അതിൻ്റെ സർവീസ് എല്ലാം നിർത്തി. അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ കുറവ് കാരണമാണ് സർവീസ് എല്ലാം നിർത്തിയത്. ഇവിടെ ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. റോഡിൻ്റെ എല്ലാ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ക്രോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി വന്ന് നെഞ്ചത്ത് കയറും. CST ബിൽഡിങ്ങിലും എന്തൊക്കെയോ മെയിൻ്റനൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നോർമലി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ലൈറ്റ് ഷോ ഉള്ളതാണ്. ഈ ഫുള്ള് ബിൽഡിങ്ങിൽ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ബസ് കിടക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ ഓടി ചെന്നതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റ് എടുത്തിട്ടേ ബസ്സിൽ കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും AC ബസ്സിന് ടിക്കറ്റ് 6 രൂപയുള്ളൂ ഒരാൾക്ക്. പക്ഷേ പുള്ളിയുടെ ചില്ലറ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചില്ലറ എടുത്തപ്പോഴത്തേക്കും ആ ബസ് പോയി. പിന്നെ നമ്മൾ അടുത്ത ബസ്സിനകത്താണ് കയറിയത്. ഈ 2 സ്കൂട്ടർ ടേൺ ചെയ്ത് പോകുന്ന വഴിയില്ലേ, ആ ടേണിൻ്റെ എൻഡിലായിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈയുടെ ടൗൺ ഹാൾ ബിൽഡിംഗ് ഉണ്ട്. അതിപ്പോൾ ലൈബ്രറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു വൈറ്റ് ഫുൾ ബിൽഡിംഗ് ആണ്, കുറേ സ്റ്റെപ്സ് ഒക്കെ ഉള്ള. അവിടെ വെച്ച് ലാലേട്ടൻ്റെ ചന്ദ്രലേഖ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ ലാലേട്ടനും ശ്രീനിവാസനോട് ഇരിക്കുന്നൊരു സീനുണ്ട്. അവർക്ക് ലോണൊന്നും കിട്ടാത്ത ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നൊരു സീൻ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി. ബസ് നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു ബസ്സായിരുന്നു. അതുകൂടാതെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ ടിക്കറ്റ് എല്ലാം TT ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സമയം 7 മണിയായി. പക്ഷേ വലുതായിട്ട് ഇരുട്ടിയിട്ടില്ല, സൺസെറ്റും ആയിട്ടില്ല. ഇന്നെന്തായാലും സൺസെറ്റ് ലേറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ചായ കുടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എന്തായാലും ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പോകാൻ കഴിയും. ബട്ട് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറയും ട്രൈപോഡും ഒക്കെ ബാഗിനകത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം.
അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി. വീക്കെൻഡ് പോലും അല്ല, എങ്കിലും ഇവിടെ നല്ല തിരക്കുണ്ടെന്ന്. നമുക്കെല്ലാം ആൾക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് പിക്നിക്കൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ പേരുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്ത് തരും. പിന്നെ ആൾക്കാർ അവിടോട്ടും ഇവിടോട്ടൊക്കെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് താജ് ഹോട്ടലിൻ്റെ സൈഡിലെത്തി. അപ്പോൾ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ട് ആൾക്കാർ പ്രൈവറ്റ് ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ മുമ്പ് ഇവിടുന്ന് ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ബോട്ടിംഗ് എന്നുള്ളത് അന്വേഷിച്ച് വന്നപ്പോൾ അതുവഴി എൻട്രി ഇല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് എൻട്രി നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ബോട്ടിങ്ങിന്റെ റേറ്റ് തിരക്കിയപ്പോൾ ഏകദേശം 4000 റുപ്പീസ് ആവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന്റെ പ്ലാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഫെറിയിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഫെറി ആകുമ്പോൾ 220 രൂപയേ ആവുള്ളൂ 2 പേർക്ക് കൂടെ. അങ്ങനെ നമ്മൾ 2 ഫെറിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. കയറുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു ഫെറിക്കകത്ത് സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ല, കോസ്റ്റ് ഗാർഡ് എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്തില്ല. എന്തായാലും നമ്മൾ ഫെറിക്കകത്ത് കയറി. ടോപ്പ് ഡെക്കിൽ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മുടെ എക്സ്ട്രാ 10 റുപ്പീസ് മേടിച്ചു പെർ ഹെഡ്. അങ്ങനെ നമ്മൾ ടോപ്പ് ഡെക്കിൽ കയറിയിരുന്നു. വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചുകൂടെ നല്ലത് അവിടെ ആയതുകൊണ്ട് നമ്മൾ ടോപ്പ് ഡെക്കിൽ കയറിയിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം കയറി താഴത്തെ ഡെക്കിലും മുകളത്തെ ഡെക്കിലുമായിട്ട് ഫുള്ള് ഫില്ലായതിനു ശേഷം ബോട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ കറങ്ങി ആണ് വരുന്നത്, കാരണം നമ്മുടെ ഫ്രണ്ട് സൈഡിലായിട്ട് വേറെ കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ക്രോസ് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. അത് കൂടാതെ തന്നെ ചെറിയ ചെറിയ പ്രൈവറ്റ് ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. നേരത്തെ പോയ ഫെറീസും റിട്ടേൺ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫെറി ഷോറിൽ നിന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഹൊറൈസണിൽ സൂര്യനെ കാണാൻ പറ്റി. അതും കറക്റ്റ് സൺസെറ്റ് താജ് ഹോട്ടലിന്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഐലൻഡ് പോലെ കാണാൻ സാധിക്കും. ഈ ഏരിയയുടെ പേര് മിഡിൽ ഗ്രൗണ്ട് കോസ്റ്റൽ ബാറ്ററി എന്നാണ്. ഇത് ആക്ച്വലി ഒരു ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇത് കറൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ കൺട്രോളിലാണുള്ളത്. അത് മാത്രമല്ല, ഇത് ആക്ച്വലി ബിൽഡ് ചെയ്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ആ സമയത്തെ സീ പൈറസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫോർട്ട് ബിൽഡ് ചെയ്തത്. അങ്ങനെ ഐലൻഡൊക്കെ ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫെറി പതുക്കെ തിരിച്ചു തുടങ്ങി. എന്തായാലും ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. എന്തായാലും നല്ല വെർത്തിട്ട് ട്രിപ്പായിരുന്നു. വരുന്നവരെന്തായാലും ഈ ട്രിപ്പ് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഫെറിയുടെ അപ്പർ ഡെക്കിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമ്മുടെ ഫെറിയുടെ ക്യാപ്റ്റൻ ഇരിപ്പുണ്ട്. ഇവിടെ വേറെ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നങ്കൂരം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഫെറിയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ML മോമിനാബാദ് എന്നാണ് ഫെറിയുടെ പേര്.
അടുത്തേക്ക് എത്താറായപ്പോഴത്തേക്കും നമ്മൾ ലോവർ ഡെക്കിലേക്ക് വന്നു. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഫെറി പോകുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് ഡോക്ക് ചെയ്യുക. അങ്ങനെ ഫെറി ഇറങ്ങി നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് എത്തി. സമയം ഏകദേശം ഒരു 7:45 ആയി. ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും വലുതായിട്ട് ഇരുട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും നേരത്തെ പോകണം. അതുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ബസ്സിൽ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ തിരിച്ചു നമ്മൾ ബസ് കയറിയ സ്പോട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ബസ്സിന് വേണ്ടിയിട്ട് ഒരു നീണ്ട ക്യൂ ആണുള്ളത്. അപ്പോൾ എന്തായാലും ആ ക്യൂവിൽ നിന്നാൽ കുറേ ടൈം വേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളൊരു കാലിപ്പീലി ടാക്സി ബുക്ക് ചെയ്തു. അങ്ങനെ കാലിപ്പീലി ടാക്സിയിൽ നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ മുംബൈ സിറ്റിയിലൂടെ ഇങ്ങനെ രാത്രി യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലാണ്. അതുകൂടെ തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അപ്പുവിനോട് പുള്ളിയുടെ ജീവിതകഥകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ തിരിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈയുടെ ഫ്രണ്ട് സൈഡിലെത്തി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എന്തായാലും അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ CST സ്റ്റേഷനിലെത്തും. നമ്മുടെ ക്യാമറയുടെ ചാർജ് ഓൾമോസ്റ്റ് തീരാറായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളുടെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇനിയൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.